ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്ന് അമ്മച്ചിക്കറിയാം. നമുക്കൊരു കഥ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം അത് കഥയായിട്ട് നമുക്കിന്ന് നോക്കാം. ഈ സംഭവത്തെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നാം അത്ര അങ്ങ് ചിന്തിക്കാറുമില്ല. കർത്താവ് ഗലീല ദേശത്തിൽ നിന്ന് യഹൂദ ദേശത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അനേക ജനങ്ങളും യേശുവിനെ പിൻചെന്നുകൊണ്ടിരുന്നു. കർത്താവ് അവരുടെ രോഗികളെയൊക്കെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ വായിൽ നിന്നുള്ള ഇമ്പവചനങ്ങളെ കേൾക്കുവാനായിട്ട് ജനം തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നു. ദൈവം അവർക്ക് വചനങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ധനികനായ ഒരു പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് പറഞ്ഞു, നല്ല ഗുരു, നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കിയിട്ട് ചോദിച്ചു, നീ എന്തിനാ നല്ല ഗുരു എന്ന് പറയുന്നത്? നിനക്കറിയില്ലയോ, ദൈവം ഒരുവൻ മാത്രമേ നല്ലവനുള്ളൂ. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഈ കൽപ്പനകളെയൊക്കെ നീ പ്രമാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമാണി പറഞ്ഞു, ഞാൻ ഇവയെല്ലാം ചെറുപ്പം മുതൽ ചെയ്തു വരുന്നു. കർത്താവ് അവനെ നോക്കി. കർത്താവിന് മനസ്സിലായി. കർത്താവ് അവനെ അങ്ങ് സ്നേഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കിനി ഒരു കുറവുണ്ട് കേട്ടോ. നിനക്കുള്ളത് നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ഒത്തിരി ധനവാനായിരുന്നു. അപ്പോൾ അവൻ്റെ ധനത്തെയാണ് യേശു കർത്താവിനേക്കാളും കൂടുതൽ സ്നേഹിച്ചത്. അതുകൊണ്ട് ആ ധനം വിൽക്കാനായിട്ട് അവൻ്റെ മനസ്സിൽ ബുദ്ധിമുട്ട് തോന്നി. കർത്താവ് പറഞ്ഞു അവനോട്, നീ ധനമെല്ലാം വിറ്റിട്ട് അത് ദരിദ്രർക്ക് കൊടുക്കുക. അങ്ങനെ നീ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ എന്നെ അനുഗമിക്കുക. അവനെ വെറുതെ വിടുകയല്ല ചെയ്തത്, നീ എന്നെ അനുഗമിക്കുക, എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി, ആ ധനവാനായ പ്രമാണി വളരെ ധനവാനായതുകൊണ്ട് അവൻ ഈ വാക്ക് കേട്ട് ദുഃഖിതനായിട്ട് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമാണ്. ഇവിടെ നമുക്കൊരു വാക്യം പഠിക്കാം. മർക്കോസ് 10 മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ നമുക്ക് ഒരു വാക്യം പഠിക്കാം. 21-ാം വാക്യം വളരെ ഈസി ആയിട്ടുള്ള വാക്യമാണ്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ വാക്യം പഠിച്ചാൽ ഈ സ്റ്റോറി നമുക്ക് മനസ്സിലാകും. നമുക്കൊന്നും കൂടെ അത് പറയാം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇതിൽ അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, യേശു കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി തന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതും നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തതും. രണ്ടാമതായിട്ട്, സകല കൽപ്പനകളും നാം പ്രമാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കൽപ്പനകളെ പ്രമാണിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. മൂന്നാമതായിട്ട്, ധനത്തെ സ്നേഹിക്കുന്നവന് കർത്താവിനെ സ്നേഹിക്കുവാനോ കർത്താവിൽ വിശ്വസിക്കുവാനോ നിത്യജീവൻ അവകാശമാക്കുവാനോ സാധിക്കുകയില്ല. ഇവിടെ ഈ വ്യക്തി ധനത്തെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് പറഞ്ഞത് കേട്ടില്ല, കർത്താവിൽ വിശ്വസിപ്പാൻ അവന് സാധിച്ചില്ല. അതുകൊണ്ട് നാം ഈ ലോകത്തെ ധനത്തെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട്, നമ്മൾക്കുള്ള ധനം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ നിക്ഷേപമെല്ലാം അത് പുഴുവും തുരുമ്പും കെടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കേണ്ടത് ആവശ്യമാണ്. അഞ്ചാമതായിട്ട്, ധനത്തെ ധനത്തെയോ മറ്റുള്ളതിനെയോ
കർത്താവിനേക്കാൾ അധികം സ്നേഹിച്ചാൽ ഒരിക്കലും യഥാർത്ഥമായി കർത്താവിനെ അനുഗമിക്കുവാനോ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ഇത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കണിൽ കൈയമർത്തിയാൽ ആൻറ്റി ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. കർത്താവിനെ സ്നേഹിപ്പാൻ മറ്റുള്ളതിനേക്കാൾ അധികമായി, ധനത്തേക്കാളോ മറ്റുള്ളതിനേക്കാൾ അധികമായിട്ട് കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിൽ വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളും മറ്റുള്ളതിനേക്കാൾ അധികമായിട്ട് കർത്താവിനെ സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ മക്കളായിട്ട് നിത്യജീവൻ അവകാശികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായിട്ട് ഇരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ.